മുടി കൊഴിച്ചിൽ തടയാൻ. ഇപ്പോൾ മുടി കൊഴിച്ചിൽ ഉള്ളവരാണ് നമ്മളിൽ പലരും. എങ്ങനെ മുടി കൊഴിച്ചിൽ തടയാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബലിക്കറുക. ബലിക്കറുക എന്നും വെലിക്കറുക എന്നും പേരുള്ള നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ കറുക ഒരു പിടി പറിച്ചെടുത്ത് നന്നായി കഴുകിയ ശേഷം ഉരലിലിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ഈ നീരിന്റെ അത്രയും തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് കാച്ചിയെടുക്കുക. എണ്ണ ആറിയ ശേഷം ഒരു കുപ്പിയിലാക്കി വച്ച് എന്നും കൈക്കുമ്പിളിൽ കൊള്ളുന്നയത്ര എണ്ണയെടുത്ത് തലയിൽ തേച്ച് അരമണിക്കൂറിന് ശേഷം കുളിക്കുക. ഇങ്ങനെ നിത്യവും ചെയ്താൽ മുടി ഊരിപ്പോകുന്നത് നിൽക്കും. ചിറ്റമൃത്, കയ്യോന്നി ഇവ ഓരോ പിടിയെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. ഇതിൽ 14 ഔൺസ് എള്ളെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വച്ച് തിളപ്പിക്കുക. എണ്ണ തിളയ്ക്കുവാൻ തുടങ്ങുമ്പോൾ പേരാലിന്റെ കീഴ്പോട്ട് തൂങ്ങിക്കിടക്കുന്ന വേരെടുത്ത് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയിൽ 50 ഗ്രാം ഇട്ട് ഇളക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിന്റെ അടിയിൽ ഒരു മട്ട് അടിയും. ഈ മട്ട് എടുത്ത് വിരലുകൾ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ മെഴുകുപോലെ ആയാൽ എണ്ണ ഇറക്കി വയ്ക്കുക. എണ്ണ ആറുമ്പോൾ ഒരു കുപ്പിയിലാക്കി വച്ച് എന്നും കുളിക്കാൻ നേരത്ത് കൈക്കുമ്പിളിൽ കൊള്ളുന്ന എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. ഇങ്ങനെ ദിവസേന ചെയ്താൽ മുടി കൊഴിയുന്നത് നിൽക്കും. ഒരു കപ്പ് തേങ്ങാപ്പാലിൽ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിളക്കി കുളിക്കാൻ നേരത്ത് ഈ കുഴമ്പ് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക. ഇങ്ങനെ നിത്യവും ചെയ്താൽ മുടി കൊഴിച്ചിൽ മാറും. ഒരു പിടി പടവലത്തിന്റെ ഇല പറിച്ചെടുത്ത് ഉരലിലിട്ട് ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുക. കുളി കഴിഞ്ഞു വന്ന് ഇത് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. പതിവായി ഇങ്ങനെ ചെയ്താൽ മുടി ഊരിപ്പോകുന്നത് നിൽക്കും. ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്.